പത്തനംതിട്ട അടൂരിൽ കെ.എസ്.ആർ.ടി.സി ജീവനക്കാരൻ വയോധികയെ മർദ്ദിച്ചു. അന്ധനായ വയോധികനൊപ്പം എത്തിയ സ്ത്രീയെയാണ് മർദ്ദിച്ചത്. ബസ് സ്റ്റാൻഡിൽ ഭിക്ഷാടനം നടത്തിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. കെ.എസ്.ആർ.ടി.സി ജീവനക്കാരൻ ആർ വേണുവാണ് സ്ത്രീയെ മർദ്ദിച്ചത്. ഗോകുൽ രമേശ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. ഗോകുൽ, പത്തനംതിട്ട അടൂരിലാണല്ലോ സംഭവം. അതായത് അന്ധനായ വയോധികനോടൊപ്പം വന്ന സ്ത്രീയെയാണ് ഇത്തരത്തിൽ കെ.എസ്.ആർ.ടി.സി ജീവനക്കാരനായ വേണു മർദ്ദിച്ചത്. ഭിക്ഷാടനം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആ സ്ത്രീക്ക് മേൽ ഇത്തരമൊരു മർദ്ദനമുറ അഴിച്ചുവിട്ടത്. എന്താണ് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടക്കുന്നത്. പത്തനംതിട്ട അടൂർ KSRTC ഡിപ്പോയിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഈ ഒരു വയോധികയെ KSRTC ജീവനക്കാരൻ മർദ്ദിച്ചു എന്നാണ് വയോധികയുടെ പരാതി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഭിക്ഷയാചിക്കുവാനായിട്ടാണ് ഇവർ ആ സ്റ്റാൻഡിൽ എത്തിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അതായത് ഒരു അന്ധനായിട്ടുള്ള വൃദ്ധനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് നടന്ന ഒരു സ്ത്രീയായിരുന്നു. അവർക്കാണ് ഈ രീതിയിൽ KSRTC ജീവനക്കാരൻ്റെ മർദ്ദനമേറ്റതായിട്ടുള്ള പരാതി വന്നിരിക്കുന്നത്. KSRTC ജീവനക്കാരനായിട്ടുള്ള ആർ വേണു തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. വടി ഉപയോഗിച്ചുകൊണ്ടാണ് മർദ്ദിച്ചു എന്നുള്ള പരാതി വന്നിരിക്കുന്നത്. ഇയാൾ വടിയുമായിട്ട് അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. മൊബൈൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സ്ത്രീയെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അടൂർ ജനറൽ ആശുപത്രിയിലാണ് ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് സാരമായിട്ടുള്ള പരിക്കുകളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഭിക്ഷയാചിച്ചു എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ KSRTC ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്ന് മർദ്ദനമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഭിക്ഷാടന നിരോധന മേഖലയാണ് KSRTC സ്റ്റാൻഡും പരിസരവും ഒക്കെ. അതുകൊണ്ട് തന്നെ അവിടെ ഭിക്ഷയാചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇവരെ മർദ്ദിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആ സ്ത്രീയുടെ പരാതിയിൽ എന്തായാലും മറ്റ് പോലീസ് നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും അവരിപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. രോഹിണി, ശരി. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.